നോക്കാനുള്ളത് ലെവൽസ് ഓഫ് HRD നീഡ് അസസ്മെൻറ്റ്. ഇതിലാദ്യത്തത് ഓർഗനൈസേഷണൽ അനാലിസിസ്, രണ്ടാമത്തത് ടാസ്ക് അനാലിസിസ്, പിന്നെ വരുന്നത് ഇൻഡിവിജ്വൽ അനാലിസിസ്. ഓർഗനൈസേഷണൽ അനാലിസിസിൽ ഇറ്റ് എംഫസിസ് ഓൺ ദി ഗോൾസ്, ബിസിനസ് നീഡ്സ് ആൻഡ് സ്ട്രാറ്റജിക് പ്ലാനിങ്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ്, ബിസിനസ് നീഡ്സ്, സ്ട്രാറ്റജിക് പ്ലാനിങ് ഇതെല്ലാം ഓർഗനൈസേഷണൽ അനാലിസിസ് കൂടുതലായിട്ട് എംഫസിസ് ചെയ്യുന്നത്, ഓർഗനൈസേഷണൽ അനാലിസിസിൽ ചെക്ക് ചെയ്യുന്നത്. ഇനി 2 ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റാണ് നമുക്കുള്ളത്, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റും. അതിൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്തും വീക്ക്നെസ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്തും വീക്ക്നെസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഓർഗനൈസേഷണൽ സ്ട്രക്ചർ, പോളിസീസ്, പ്രൊസീജിയേഴ്സ് അതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ഇനി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞാലോ ത്രെഡ്സും ഓപ്പർച്യൂണിറ്റീസും, നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, നമുക്ക് വേറെ എന്തെങ്കിലും ത്രെഡ്സ് ഉണ്ടോ, പിന്നെ എന്തൊക്കെയാണ് നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ അറിയുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അത് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും ത്രെട്ടും ഓപ്പർച്യൂണിറ്റിയൊക്കെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു HRD പ്രോഗ്രാം വേണം നമ്മൾ ഡിസൈൻ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ദീസ് പ്രോഗ്രാം ഷുഡ് ബി കണ്ടക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് the weakness of the enterprise can be handled, the strength can be supported and reinforced. അതായത് വീക്ക്നെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റണം നമുക്ക്, അതുപോലെ ആ സ്ട്രെങ്ത്, നമ്മുടെ കമ്പനിക്കുള്ള സ്ട്രെങ്തിനെ നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് നല്ല രീതിയിൽ റീഇൻഫോഴ്സ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം. നമ്മളെ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റണം, നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഇൻ ഓർഡർ ടു മേക്ക് ദ അനാലിസിസ് സക്സസ്ഫുൾ ഇൻ ദ ഓർഗനൈസേഷൻ, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ സ്ട്രാറ്റജിക് പ്ലാനിങ് ഓഫ് ദ ബിസിനസ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ലോങ് ടേം പ്ലാനിങ്ങിൽ പങ്കെടുക്കുകയാണെങ്കിൽ മാത്രമേ സക്സസ്ഫുള്ളായിട്ട് നമുക്കൊരു HRD പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാനും അത് നമ്മുടെ ലോങ് ടേം ഗോൾസുമായിട്ട് അലൈൻ ചെയ്ത് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ. ഇനി HR ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നോളജ്, സ്കിൽ, എബിലിറ്റി. ഒരു എംപ്ലോയിയുടെ നോളജ്, സ്കില്ല്, എബിലിറ്റി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൽ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് എംപ്ലോയിക്ക് നോളജ് ഉണ്ടോ, സ്കില്ലുണ്ടോ, എബിലിറ്റീസ് ഉണ്ടോ, ഇത്രയും കാര്യങ്ങൾ നമ്മളെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ടാസ്ക് അനാലിസിസ് എന്ന് വെച്ചാൽ ടു അറ്റൈൻ ദ ബെസ്റ്റ് പോസിബിൾ പെർഫോമൻസ്, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ബെസ്റ്റ് പോസിബിൾ പെർഫോമൻസ്. ദ റിക്വയർഡ് ഇൻഫർമേഷൻ റിഗാർഡിങ് എ ജോബ്, കളക്ഷൻ ഓഫ് ജോബ്, then knowledge, skill, ability and attitude are provided through task analysis. ടാസ്ക് അനാലിസിസ് എന്ന് പറയുന്നത് ഇവരുടെ ബെസ്റ്റ് പെർഫോമൻസ് ഉണ്ടല്ലോ, ആ ബെസ്റ്റ് പെർഫോമൻസ് ആണോ എന്ന് നമുക്ക് അനലൈസ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇവരുടെ നോളജ്, സ്കില്ല്, എബിലിറ്റീസ് ഇതെല്ലാം നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ആണോ എന്ന് നമുക്ക് അറിയണം. ഓക്കെ, അപ്പോൾ അത് വേണം. ഹി ഓൾസോ കളക്ട് ഇൻഫർമേഷൻ regarding കറണ്ട് ആൻഡ് ഫ്യൂച്ചർ ടാസ്ക്. അപ്പോൾ കറണ്ട് ടാസ്കിൻ്റെയും ഫ്യൂച്ചർ ടാസ്കിൻ്റെയും കൂടെ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഈ ടാസ്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ റിക്വയർമെൻ്റ് അല്ല, ഫ്യൂച്ചറിൽ ടാസ്കുകൾ ചെയ്ത് തീർക്കാനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഇവർക്കുള്ള വേണ്ടുന്ന എബിലിറ്റി എന്തൊക്കെയാണ്, അതും കൂടി നമ്മൾ നോക്കും. ടാസ്ക് അനാലിസിസ് ഫ്യൂച്ചർ ഓറിയൻറ്റഡും കൂടിയാണ് ടാസ്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് ഒരു ജോബിന് ആവശ്യമായിട്ടുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കുക, നോളജ്, സ്കില്ല്, എബിലിറ്റി. പിന്നെ ഇൻഡിവിജ്വൽ അനാലിസിസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ മാൻ അനാലിസിസ് എന്നും കൂടെ പറയും. ഡിറ്റർമിൻ വിച്ച് എംപ്ലോയി നീഡ് HRD, ഏത് എംപ്ലോയിക്കാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് വേണ്ടത്, അതാണ് ഇൻഡിവിജ്വൽ അനാലിസിസ്. ഓരോ ഇൻഡിവിജ്വലിനായിട്ട് എടുത്ത് അനലൈസ് ചെയ്യുന്നതാണ്. ദ ഇൻഫർമേഷൻ ക്യാൻ ബി ഗ്യാതേർഡ് ഫ്രം വേരിയസ് സോഴ്സസ് ബട്ട് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ദ ഡീവിയേഷൻ ബിറ്റ്വീൻ ദ പെർഫോമൻസ് ഓഫ് ദ എംപ്ലോയി ആൻഡ് ദ ഡിസൈർഡ് റിസൾട്ട് ക്യാൻ ബി മാനേജ് ബൈ ട്രെയിനിങ് ഹോൾ മച്ച് ഇമ്പോർട്ടൻസ്. അതായത് ഇപ്പോൾ എംപ്ലോയി നമ്മൾ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അതുമായിട്ട് ഡീവിയേഷൻ ഉണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. അപ്പം ആ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം നല്ല പെർഫോമൻസ് മാനേജ്മെൻറ്റും ട്രെയിനിങ്ങും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എംപ്ലോയീസിൻ്റെ സ്കില്ല് നമുക്ക് എൻഹാൻസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, the input on training the employee will go in vain and will merely enhance the cost of training. പക്ഷേ എംപ്ലോയി ഡീമോട്ടിവേറ്റഡ് ആണ്, അവരവരെ ടാസ്ക് ചെയ്യുന്നില്ല. ഓക്കെ, അവർ ടാസ്ക് ചെയ്യാൻ കേപ്പബിളാണ്, ബട്ട് അവർ ഡീമോട്ടിവേറ്റഡ് ആയതുകൊണ്ട് അവർ ചെയ്യാതിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ വെറുതെ അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ആ ട്രെയിനിങ് കോസ്റ്റ് വെറുതെ പോകത്തേ ഉള്ളൂ. അവർക്ക് കാര്യങ്ങൾ അറിയാം, ബട്ട് മോട്ടിവേഷൻ്റെ കുറവുകൊണ്ട് അവർ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. അപ്പോൾ മാനേജർ ഷുഡ് കീപ്പ് ഇൻ മൈൻഡ് ഇഫ് ദ എംപ്ലോയി ഈസ് നോട്ട് പെർഫോമിങ് അപ് ടു ദ മാർക്ക്, ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഡ്യൂ ടു ലോ മോട്ടിവേഷൻ ലെവൽ ഓർ ഇൻകോമ്പിറ്റൻറ്റ് സ്കില്ല്. ഇനി മാനേജർ ഒരു കാര്യം കൂടെ ഓർത്ത് വയ്ക്കണം, എല്ലാ പ്രാവശ്യവും ഇപ്പോൾ എംപ്ലോയി വർക്ക് ചെയ്യാതിരിക്കുന്നത് ലോ മോട്ടിവേഷനും ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സ്കില്ലും കാരണമായിരിക്കത്തില്ല. ചിലപ്പോൾ ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ കാരണമായിരിക്കും.
ഓക്കെ, എംപ്ലോയി മാനേജറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവർ ചെയ്യാനുള്ള ഡ്യൂട്ടി ചിലപ്പോൾ നല്ല രീതിയിൽ ചെയ്തെന്ന് വരത്തില്ല. ദ മാനേജർ മൈ നോട്ട് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ദ വർക്ക് റിക്വയർഡ്. അപ്പോൾ എന്ത് വർക്കാണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ചിലപ്പോൾ മാനേജർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല. അങ്ങനെയാണെങ്കിലും ചിലപ്പോൾ എന്ത് ചെയ്യാം, എംപ്ലോയിക്ക് വർക്ക് മനസ്സിലാവാഞ്ഞിട്ടാണെങ്കിലും ചിലപ്പോൾ അവർ വർക്ക് ചെയ്യാതിരിക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസ് എല്ലാം സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് എടുക്കുന്നത്. അപ്പോൾ ഓരോ എംപ്ലോയീസിനും അവരുടെ ടാസ്ക് എന്താണെന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് പറ്റും. അതാണ് ഇൻഡിവിജ്വൽ അനാലിസിസ്. അപ്പം 3 ലെവൽസായിട്ട് പറയുന്ന ഓർഗനൈസേഷണൽ അനാലിസിസ്, ടാസ്ക് അനാലിസിസ് ആൻഡ് ഇൻഡിവിജ്വൽ അനാലിസിസ്.